യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടി വചനം കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവം നൽകിയ നല്ല അവസരത്തിനായി, സമയത്തിനായി, ആരോഗ്യത്തിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവെന്നും ആരോഗ്യത്തോടെ ആയിരിക്കുന്നുവെന്നും വിശ്വസിക്കുന്നു. നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും എല്ലാം ഹൃദയത്തിൽ നിന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അനുഗ്രഹമുള്ള സ്ഥലത്തു നിന്ന് അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സന്തോഷം, സമാധാനം എന്നിവ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു, പരസ്പര ബന്ധത്തിൽ, സ്നേഹത്തിൽ, ഐക്യത്തിൽ ആയിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു, ദൈവാനുഗ്രഹത്തിലായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കടബാധ്യത മാറാൻ, രോഗങ്ങൾ സൗഖ്യമാകാൻ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ അതെന്തുമാകട്ടെ, ഏത് വിധത്തിലുള്ളതാകട്ടെ, അതൊക്കെ പൂർണ്ണമായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന വചനം, ആ വചനത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ആ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും, അനുഗ്രഹമായിട്ട് മാറും. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. അങ്ങനെ ഒരു ആശംസയോടുകൂടി ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന് 12 മുതലുള്ള വാക്യങ്ങൾ, ഓരോ വാക്കുകളല്ല ശ്രദ്ധിക്കുന്നത്, എങ്കിലും ഈ വാക്കുകൾ നിങ്ങൾക്കൊത്തിരി പ്രയോജനം ചെയ്യും. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് ഇസ്ഹാക്കിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ വാക്കുകേട്ട, ദൈവത്തിൻ്റെ പദ്ധതിയിൽ കൃഷി ചെയ്ത, ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിതത്തെ സമർപ്പിച്ച ഒരു ഇസ്ഹാക്കിനെ കാണാം. ആ ഇസ്ഹാക്കിനെ കുറിച്ച് പറയുന്നത്, ഇസ്ഹാക്കിന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ധാരാളം സമ്പത്തുണ്ടായി. സമ്പത്തുണ്ടായപ്പോൾ ഫിലിസ്ത്യർക്ക് അസൂയ തോന്നി. ഭയങ്കരമായ അസൂയയും ദേഷ്യവും പിണക്കും തോന്നി. അങ്ങനെ അസൂയാലുക്കൾ ചെയ്ത കാര്യമാണ് 15-ാമത്തെ വാക്യം. അവൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ വേലക്കാർ കുഴിച്ച കിണറുകളെല്ലാം ഫിലിസ്ത്യർ മണ്ണിട്ട് മൂടി, മണ്ണുകൊണ്ട് മൂടി. അവർ വെള്ളം കുടിച്ചിരുന്ന, കൃഷിക്കാവശ്യമായ, വളർത്തുമൃഗങ്ങൾക്കാവശ്യമായ വെള്ളം കോരിയെടുത്തിരുന്ന കിണറുകൾ അസൂയയോടെ, ദേഷ്യത്തോടെ, പകയോടെ മണ്ണിട്ട് മൂടി. അതിനുശേഷം അബിമേലെക്ക് ഇസ്ഹാക്കിനോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടു പോവുക, നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു. അതിനുശേഷം ഇസ്ഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗെരാറിൻ്റെ താഴ്വരയിൽ കൂടാരമടിച്ചു. തൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ കാലത്ത് കുഴിച്ചതും അവൻ്റെ മരണശേഷം ഫിലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസ്ഹാക്ക് വീണ്ടും കുഴിച്ചു. എന്നാൽ അവിടെയും അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്, എവിടെ കിണർ കുഴിച്ചാലും ഇവർ മണ്ണിട്ട് മൂടും. അങ്ങനെ ഓരോ സ്ഥലം മാറി മാറിപ്പോയി. ഇവിടെ എനിക്ക് പ്രത്യേകതയായിട്ട് കണ്ടത്, ഇസ്ഹാക്ക് കിണർ കുഴിക്കും, ഇവർ മണ്ണിട്ട് മൂടും. ഇസ്ഹാക്ക് കിണർ കുഴിക്കും, ഇവർ മണ്ണിട്ട് മൂടും. ഇസ്ഹാക്ക് വീണ്ടും കിണർ കുഴിക്കും, ഓരോ പേര് കൊടുക്കും, മണ്ണിട്ട് മൂടും. ദേഷ്യവും പകയും വൈരാഗ്യമൊക്കെ തോന്നാൻ ഇതിനേക്കാൾ വേറെ എന്ത് സംഭവം വേണ്ടത്? പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇസ്ഹാക്ക് പകരത്തിന് പകരം ചെയ്യാനോ വൈരാഗ്യത്തോടെ പെരുമാറാനോ പോയില്ല. ഇസ്ഹാക്കിൻ്റെ അടുത്തൊരു പ്രത്യേകത, ഇസ്ഹാക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഡൗൺ ആയില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡെസ്പായില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഡിപ്രഷനൊന്നും ഉണ്ടായില്ല. ഇസ്ഹാക്ക് വീണ്ടും മുന്നോട്ട് പോയി, ദൈവത്തിൽ ആശ്രയിച്ചു, വീണ്ടും കിണർ കുഴിച്ചു. ഫിലിസ്ത്യർ എത്ര കിണർ കുഴിച്ചിട്ടും മിക്ക കിണറും പൊട്ടക്കിണറാണ്, ഉറവയില്ല. പക്ഷേ ഈ ഇസ്ഹാക്ക് കിണർ കുഴിക്കുന്നിടത്തെല്ലാം നീരുറവ കണ്ടെത്തി എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റൊരാളെ തോൽപ്പിച്ചിട്ടുള്ള ഒരു ജയമല്ല വേണ്ടത്, ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജയമാണ് വേണ്ടത്. മറ്റുള്ളവരെ തോൽപ്പിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയില്ല, സ്വയം തോൽക്കുകയുള്ളൂ. അനേകരുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഫിലിസ്ത്യർ ഇസ്ഹാക്കിനെ തോൽപ്പിക്കാൻ കുറേ ചെയ്തു, അവസാനം സ്വയം തോൽക്കുന്ന അവസ്ഥ ഉണ്ടായത്.
എനിക്ക് ഇസഹാക്കിൽ കണ്ടൊരു പ്രത്യേകതയാണ്, എത്ര പ്രാവശ്യം കിണർ മൂടിയിട്ടും വീണ്ടും കിണർ കുഴിച്ചുകൊണ്ടിരുന്നു. അതിലെഴുതിയിരിക്കുകയാണ് 22-ാമത്തെ വാക്യം, അവിടെ നിന്ന് മാറി അകലെ അവൻ വേറൊരു കിണർ കുഴിച്ചു. അവർ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിയില്ല. അവൻ അതിന് റഹോബോത്ത് എന്ന പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. ദൈവം നിനക്കൊരിടം തരുമ്പോൾ നീ അതിൽ വളരാൻ തുടങ്ങും. ദൈവം നിനക്കൊരു അനുഗ്രഹം തരുമ്പോൾ നീ അതിൽ സമൃദ്ധിയുള്ളവനാകും. ദൈവം നിനക്കൊരു ബിസിനസ് തരും, ദൈവം നിനക്കൊരു ജോലി തരും, ദൈവം നിനക്കൊരു ഭവനം തരും, നിനക്കൊരു ഭാവി തരും, നിനക്ക് നല്ല വിദ്യാഭ്യാസം തരുമ്പോൾ അതിൽ നീ സമൃദ്ധിയുള്ളവനായി മാറും. ദൈവം നൽകുന്നതിലാണ് നിൻ്റെ വളർച്ച ആരംഭിക്കുന്നത്. അല്ലാതെ കടിച്ചു പിടിച്ചും യുദ്ധം ചെയ്തും അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയും അസൂയപ്പെട്ടും പാരവച്ചുവൊന്നും നേടുന്ന വിജയത്തിലല്ല നീ വളരാൻ പോകുന്നത്. ദൈവം നൽകിയ അനുഗ്രഹത്തിലാണ് നീ സമൃദ്ധിയുള്ളവനായി തീരുന്നത്. എനിക്ക് ഇസഹാക്കിനെ ഈ ഒത്തിരി പ്രചോദനമായിരുന്നു. ഇസഹാക്ക് ഡൗൺ ആയില്ല. കിണർ കുഴിച്ചു, ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് വീണ്ടും ഒരു മണ്ണിട്ട് മൂടി. എന്തൊരു മനുഷ്യരാ, ഒന്നും പറയാൻ പോയില്ല. കിണറിട്ട് പല കിണറുകളും മൂടിക്കളഞ്ഞു. ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴും വേറൊരു സ്ഥലത്ത് പോയി വീണ്ടും കിണർ കുഴിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കാര്യം പറയാം. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളെ ആരൊക്കെ മണ്ണിട്ട് മൂടാൻ നോക്കിയാലും, എന്തൊക്കെ ചെയ്ത് നിങ്ങളെ തകർക്കാൻ നോക്കിയാലും, ഏതൊക്കെ വിധത്തിൽ പരാജയപ്പെടുത്താൻ നോക്കിയാലും, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് വീണ്ടും മുന്നോട്ടാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ സമൃദ്ധിയുള്ളവരായി മാറും. വാശിയും വൈരാഗ്യത്തിനും പിണക്കത്തിനും അസൂയിക്കും പോയാൽ അവിടെ നിൻ്റെ അനുഗ്രഹം കെട്ടുപോകാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത വയ്യാവേലിക്ക് പോകണ്ട, ആവശ്യമില്ലാത്ത വഴക്കിന് പോകരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോയി തലയിട്ട് നിങ്ങളുടെ ഭാഗ്യത്തെ, അനുഗ്രഹത്തെ കെടുത്തിക്കളയരുത്. ഇസഹാക്ക് കണ്ടുപഠിക്കണ ഇസഹാക്കിനെ. ഇസഹാക്ക് അവിടെ യുദ്ധം ചെയ്യാൻ പോയില്ല, വഴക്കിന് പോയില്ല. മറ്റൊരു സ്ഥലത്ത് പോയി വേറെ കിണർ കുഴിച്ചു. ഇസഹാക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നിന്നുകൊണ്ടായിരിക്കാം കുഴിച്ച സ്ഥലങ്ങളിലൊക്കെ നീരുറവ കണ്ടെത്തി എഴുതിയിട്ടുണ്ട്. കിണർ കുഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പണിക്കാർ പറയും, ഇവിടെ നീരുറവ കണ്ടെത്തിയിരിക്കുന്നു. ദൈവാനുഗ്രഹമുള്ള നിനക്ക് എന്ത് തടസ്സമുണ്ടെങ്കിലും ദൈവം നിന്നെ നീരുറവയെ എത്തിക്കും. നിനക്കൊന്നിനും ഒരു കുറവുണ്ടാവത്തില്ല. ദൈവം തന്ന സ്ഥലത്ത്, ദൈവം തന്ന അനുഗ്രഹത്തിൽ നീ വളർന്ന് സമൃദ്ധിയുള്ളവനായി മാറും. ഇന്ന് ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാം. എന്തെല്ലാം നിങ്ങൾക്കെതിരെ അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, അവരെന്നോട് അത് ചെയ്തു, എൻ്റെ ഭാവി അങ്ങനെയാണ് പോയത്, അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അവരവർക്ക് പറ്റുന്നത് ചെയ്യട്ടെ. നിനക്ക് പറ്റുന്നത് ദൈവത്തിൽ ആശ്രയിക്കാനാണ്, നിനക്ക് പറ്റുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ്. അതുമതി. ദൈവം നിനക്കിടം തരും, അതിൽ നീ വളരും, അതിൽ നീ സമൃദ്ധിയുള്ളവനായി മാറും. ഈ വാക്യങ്ങളൊക്കെ സമയമുള്ള സമയത്ത്, സൗകര്യമുള്ളൊരു സമയത്ത് വായിച്ച് ധ്യാനിക്കണം. ഒരു കിണർ കുത്തി അത് മണ്ണിട്ട് മൂടി ഡൗണായി ഡെസ്പായി ഇനി ഞാൻ കിണർ കുത്തുന്നില്ല എന്നും പറഞ്ഞല്ല ഇസഹാക്ക് ഇരുന്നത്. വീണ്ടും കിണർ കുഴിച്ചു, വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിച്ചു, വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. ഒന്ന് പ്രാർത്ഥിച്ചു കിട്ടിയില്ല, അങ്ങനെ പ്രാർത്ഥിച്ചു കിട്ടിയില്ല, പ്രാർത്ഥന നിർത്തുന്നവരാ പലരും. വീണ്ടും പ്രാർത്ഥിച്ചു. അത് ലഭിക്കുന്നത് വരെയും, അതെൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തരുന്നത് വരെയും പ്രാർത്ഥിച്ചു. ദൈവം എനിക്കിടം തരും, അതിൽ ഞാൻ സമൃദ്ധിയുള്ളവനായി മാറും. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ട വ്യക്തി പല കാര്യത്തിലും വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, നിരാശയാണ്. എന്തിന് ജീവിക്കണം? എൻ്റെ അവസ്ഥ ഇങ്ങനായല്ലോ, എൻ്റെയൊക്കെ ഭാവി പോയി, എൻ്റെ ജീവിതം തന്നെ മണ്ണിട്ട് ആൾക്കാർ മൂടിക്കളഞ്ഞു, ഇനി ഞാൻ എങ്ങനെ പുറത്തു വരും? അങ്ങനെയല്ല. നിൻ്റെ കാലുകൾ വയ്ക്കേണ്ടത് മുന്നോട്ടാണ്, നിൻ്റെ മുഖം ഉയർത്തേണ്ടത് ആകാശത്തേക്കാണ്. നീ മുന്നോട്ടാണ് കുതിക്കേണ്ടത്. അവർ മണ്ണിട്ടു, ഇവരിങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ തന്നെ കടന്നു പോകും. പരാജയത്തിൻ്റെ ആഴമേ കൂടുകയുള്ളൂ. നീ വിജയിക്കേണ്ടയാളാണ്. നിനക്കൊരു ഭാവിയുണ്ട് കുഞ്ഞെ. ദൈവം നിനക്കിടം തരും. മനുഷ്യൻ എന്തെല്ലാം ദുഷ്ടപ്രവൃത്തികളും തിന്മയും നിനക്കെതിരെ ചെയ്താലും ദൈവം തന്ന ഇടത്തു നീ വളരും. ദൈവം തന്ന ഭാവിയും ജീവിതവും നീ അനുഭവിക്കും. സമൃദ്ധിയുള്ളവനായി മാറും. എൻ്റെ വാക്കുകളല്ല, ദൈവവാക്കുകളാണ്. നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണം. മുപ്പെത്താത്ത മരണത്തിൽ നിന്ന് ഇവരെ സംരക്ഷിക്കണം. ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണം. സന്തോഷവും സമാധാനം, സമ്പത്തും ഐശ്വര്യവും ഇവർക്ക് കൊടുക്കണം. ദോഷം വരരുത്. ദൈവം ഇടം തന്ന സ്ഥലത്ത്
ഇസ്ഹാക്ക് സമൃദ്ധിയുള്ളവനായതുപോലെ ഈ ജനം വളരണം, ഈ ജനം സമൃദ്ധിയുള്ളവരായി മാറണം, അവർ ദൈവത്തോട് ബന്ധമുള്ളവരായി മാറണം, അവർ അനുഗ്രഹിക്കപ്പെടണം, ഈ ജനം അനുഗ്രഹിക്കപ്പെടണം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം നിങ്ങൾക്കിടം തരും, നിങ്ങൾ സമൃദ്ധിയുള്ളവരായി മാറും. ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായും ഒരുങ്ങുക. ഈ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തുരുത്തി ഫൊറോന ദേവാലയത്തിൽ വൈകുന്നേരം 5 മണി മുതൽ 9 മണി വരെ ധ്യാനമുണ്ട്. ഈ വരുന്ന ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ എല്ലാവരെയും സന്തോഷത്തോടെ ആ ദേശത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ ദേശത്തുള്ളവർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിയപ്പെട്ടവരോട് പറയുക. ഇതിൻ്റെ അറിയിപ്പുകളുള്ള നോട്ടീസ് ഈ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെ നമുക്ക് ഒരുമിച്ച് കാണാം. ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുമല്ലോ, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമല്ലോ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സാധിക്കുന്നവർക്ക് എല്ലാം അയച്ചു കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.